ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ട ഷോട്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഗ്യാരേജ് മുഴുവൻ വണ്ടി. ഒരു വണ്ടി നമ്മുടെ പന്തളത്തെ വീട്ടിലാണ് കിടക്കുന്നത്. ഇവിടെ കോട്ടയത്ത് ഉള്ള ഗ്യാരേജാണ് ഇപ്പോൾ കണ്ടത്. ആ ഗ്യാരേജ് നിറയ്ക്കാൻ ഇനി ഒരു 2 കൂടെ വരും. അടുത്ത വർഷമായിട്ടോ ഈ വർഷമായിട്ടോ ഓരോന്ന് വെച്ച് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കണ്ട ഒരു ചിത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപത്തിൽ കാണുന്നത്. അപ്പോൾ രാവിലെ വരുന്നു, വെരി ലേറ്റ് മോർണിംഗ്. എനിക്ക് 5 മണിക്ക് എഴുന്നേൽക്കണ്ട, 6 മണിക്ക് എഴുന്നേൽക്കണ്ട, 7 മണിക്ക് എഴുന്നേൽക്കണ്ട. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോൾ എഴുന്നേക്കാൻ തോന്നുന്നു അപ്പോൾ എഴുന്നേൽക്കുക. അത് കഴിഞ്ഞ് വർക്കുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ ബാക്കി പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് ചെയ്യുക. അതായത് ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ തന്നെയാണ്. നമ്മളെ ഫോഴ്സ് ചെയ്യാത്ത ദിവസങ്ങളായിരിക്കണം. നമ്മളെ നാളെ എന്ത് ചെയ്യും എന്ന് ആങ്സൈറ്റി തരുന്ന ദിവസങ്ങളാവരുത്. എപ്പോൾ ഉറങ്ങാൻ തോന്നുന്നു അപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേക്കാൻ തോന്നുന്നു അപ്പോൾ എഴുന്നേക്കണം. സോ ലൈഫ് നമ്മളെ പേടിപ്പിക്കാതെ കൊണ്ടുപോകുന്നൊരു സമയം. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുകയാണ് നമ്മൾ. അല്ലാതെ അങ്ങനെ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് വീണെന്നല്ല, ഞാൻ അറിയാമല്ലോ. ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. ഏത് സ്റ്റാൻഡേർഡ് നമ്മൾ ജീവിക്കണമെന്നുള്ളത്. അത്തരത്തിലുള്ളൊരു ജീവിതം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അതിനുവേണ്ടി എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? നിങ്ങൾക്ക് റിച്ച് ആവണം, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നല്ല രീതിയിലുണ്ടാവണം, നിങ്ങൾക്ക് തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക. അപ്പോൾ അങ്ങനെ ഭയക്കാതെ ജീവിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര പേര് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്? അതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവനവനോട് ചോദിക്കുക. ആ വേ ഓഫ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ പോലും റിസ്ക് എടുക്കാത്തവരോ, ചെറിയ മൈൻഡ് സെറ്റ് കൊണ്ട് ജീവിക്കുന്നവരോ, എന്തെങ്കിലും കാര്യം ഇച്ചിരി വില കുറച്ച് കിട്ടുമോ, എന്തെങ്കിലും കാര്യം എളുപ്പത്തിൽ കിട്ടുമോ എന്ന് ചിന്തിച്ചവരേയല്ല. നിങ്ങൾ ആരെ വേണം നോക്കിക്കോ. സെൽഫ് മെയ്ഡായിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ അച്ഛന് സ്വത്തുണ്ട് അത് വെച്ച് അടിച്ചു പൊളിക്കുന്നവരല്ല. ഞാൻ പറയുന്നത് സെൽഫ് മെയ്ഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സീറോയിൽ നിന്നൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടല്ലോ, അതൊരു വല്ലാത്ത പവറാണ്. ഇപ്പം നമുക്കൊരു ബാക്കപ്പ് ഉണ്ട്. ആ ബാക്കപ്പിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ ലൈഫിൽ എവിടെയെങ്കിലും തളർന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ സീറോയിൽ നിന്ന് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സീറോയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് എങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെന്നറിയാം. അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്നൊരു ഒരു സെറ്റ് ബാക്ക് വന്നാലും കിടന്നു പോകത്തില്ല, അടുത്ത വഴി എന്താണെന്ന് പെട്ടെന്ന് വരും. അതിന് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഈ BMW കാറിൽ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് ഇത്രയും വലിയ ഗീർവാണമൊക്കെ വിടുമ്പോൾ ഇതൊരു സമയത്തൊരു ആഗ്രഹമായിരുന്നു. ഒരു BMW യാത്ര ചെയ്യണം, അതിൻ്റെ ഒരു ലക്ഷറി അനുഭവിക്കണം, അതുകൊണ്ട് ചെന്നിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലോ ആൾക്കാരുടെ ഒരു നോട്ടം, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതി, അത് പറഞ്ഞില്ലേ, നമ്മളതിലേക്ക് നമ്മളുടെ ലൈഫിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. സോ ആ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും, വെറുതെ എനിക്ക് കുറേ സാധനം ചുമ്മാ കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ഒരാളും ലൈഫിൽ സക്സസ് ആയ ചരിത്രമില്ല. ബിക്കോസ് ഇറ്റ് ഡിമാൻഡ്സ് എക്വാളിറ്റി. അവർക്ക് മാത്രമേ അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അറിയത്തുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് അത് പറ്റില്ല, അവർക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഏത് കാര്യമാണേലും ലക്ക് കൊണ്ട് ഒരു കാര്യം നേടാൻ പറ്റും, അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളെ തുണച്ചാൽ 1-2 തവണയൊക്കെ. പക്ഷേ തുടർച്ചയായിട്ട് ആ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ
അത് കഴിവാണ്, ലക്കല്ല, കഴിവാണ്. ആ കഴിവ് ആർജിച്ചെടുക്കുന്ന ആൾക്കാർക്ക് അതവരുടെ തലച്ചോറിലെ ന്യൂറോണിൽ എന്നും ഉണ്ടാവും. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വല്ലപ്പോഴും ഒരു സാധനം കിട്ടി, അതുപോലെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ കിട്ടണമെന്ന് അറിയത്തില്ല. ഒരു സ്റ്റക്കായിപ്പോവും, കിട്ടാതെ വരുമ്പോൾ നിരാശ പോകുന്നു, ഡിപ്രഷൻ വരും. നിങ്ങൾക്ക് ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് നിങ്ങൾ താഴെ ആത്മാർത്ഥമായിട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റ് അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എനിക്ക് റിച്ച് ലൈഫ് വേണം, പക്ഷേ എൻ്റെ റിച്ച് ലൈഫിന് വേണ്ടി, ഞാൻ ആഗ്രഹിക്കുന്ന റിച്ച് ലൈഫിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. പൈസ അവനവൻ്റെ ഗുണത്തിന് പൈസ. ഞാൻ ആലോചിച്ചോട്ടെ, ഞാനിപ്പോൾ ഒരു ക്ലാസ് നടത്തുക, 99 രൂപയ്ക്ക് നിങ്ങൾ റിച്ച് ആക്കാം, 499 രൂപയ്ക്ക് ഞാൻ ടെക്നിക്സ് പറഞ്ഞുതരാം, ശുദ്ധോടായിപ്പായിരിക്കും. കാരണം ഈ 6 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അങ്ങനെ 99 രൂപയ്ക്കും 499 രൂപയ്ക്കും ഒന്നും ആർക്കും റിച്ച് ആക്കാൻ പറ്റില്ല. റിച്ച് ആകണമെന്നുണ്ടെങ്കിൽ ദർ നീഡ് എ ടൈം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്കറിയാം നാളെ സീറോയിൽ നിൽക്കുന്ന ഒരാളെ എനിക്ക് ഉയർത്തിയെടുക്കാൻ അറിയാം. അവിടെ ഫുള്ളി എന്താ പറയുന്നത്, കുറേ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് മാത്രമല്ല, വേണം ടെക്നിക്സ് വേണം. ന്യൂറോണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോണും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കഴിവുണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ദർ ഇസ് എ സ്കിൽ. ആ സ്കില്ല് പഠിപ്പിച്ചെടുക്കണം, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഐ നോ ദാറ്റ് വെരി വെൽ. ഏത് വ്യക്തിയും എനിക്ക്, അപ്പം എൻ്റെ അടുത്ത് ക്ലാസ്സിന് പഠിക്കാൻ വരുന്ന ആരെങ്കിലും 99 രൂപ ഉണ്ടാക്കാനോ 500 രൂപ ഉണ്ടാക്കാനോ അല്ല വരുന്നത്, കോടികൾ എയിം ചെയ്തല്ലേ വരുന്നത്. കോടികൾ എയിം ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഞാൻ 99 രൂപയ്ക്കും 100 രൂപയ്ക്കാണോ കൊടുക്കണ്ടേ എൻ്റെ പ്രൊഡക്റ്റ്? അല്ല. അതാണ് ആ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി ഒരിക്കലും എന്താ പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ അത് സെല്ല് ചെയ്യുന്ന പ്രൈസിലുണ്ട്. അത് കുറയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് പറയുന്നത്, നമ്മുടെ സാധനത്തിന് വാല്യൂ ഉണ്ടെങ്കിൽ, അത് നമ്മൾ നേടിയെടുത്ത് ആർജിച്ചെടുത്ത് നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ക്വാളിറ്റി, അല്ലേ? ആ ക്വാളിറ്റി ഇല്ലാത്തതും ഉള്ളതും ഇതെല്ലാം ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഓരോരുത്തരും ചിന്തിക്കണം. കാരണം ഞാനിപ്പോൾ 6 വർഷം, ഇതെൻ്റെ 6ാമത്തെ വർഷമാണ്. ഇനി 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. 2020 പറഞ്ഞതുപോലെ ഞാൻ ഇനി നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ 2026 അറിഞ്ഞേക്കുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പറയാൻ, അല്ലേ? അപ്പോൾ അത് ചെറിയ കാര്യമായിരിക്കും, വലിയ കാര്യമായിരിക്കുമോ? സ്വാഭാവികം വലിയ കാര്യമായിരിക്കും. സോ അതിന് സമയം, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓരോരുത്തരുടെ സമയത്തിനാണ് വില. നിങ്ങൾക്ക് 10 പ്രാക്ടീസ് ഇട്ട് തന്നിട്ട് എനിക്ക് വേറെ നടക്കാം, ഇല്ല. അതിന് നിങ്ങളുടെ കൂടെ ഇരുന്ന് പറഞ്ഞു തരണം, നിങ്ങളുടെ കൂടെ ഇരിക്കണം, ഓരോരുത്തരുടെയും കൂടെ ഇരിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ക്ലാസ്സിനെ ടാക്ടിക്സ് മൊത്തം മാറ്റി. കാരണം അല്ലാതെ നമുക്ക് എന്താ പറയുന്നത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോ ഇല്ല. ഇനി നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ പ്രോപ്പർ ഡിസ്കസ് ചെയ്ത് 1 to 1 ചെയ്യുന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അതിപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു, അതിനെ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കുറച്ച് നോട്ട്സ് തന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. റിച്ച് ലൈഫ് ഈസ് നോട്ട് എന്താ പറയുന്നത്, അതൊരു ഭാഗ്യം ഒന്നും മാത്രം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. അതിനെ ഡിമാൻഡ്സ് എ ക്വാളിറ്റി ഉള്ളവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലാത്തവർക്ക് കൂപ്പൂത്തിപ്പോവും. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളൊന്ന്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, എനിക്ക് റിച്ച് ആവണം, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ വേണം, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഓരോരുത്തരും പരിശോധന ചെയ്യുക. എന്നിട്ട് സത്യസന്ധമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനകത്തുണ്ട് നിങ്ങൾ മനസ്സാക്ഷിയോട് വഞ്ചിക്കുകയാണോ അതോ മനസ്സാക്ഷിയോട് നീതി പുലർത്തുകയാണോ എന്നുള്ളത്.